ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ സോഷ്യൽ സയൻസിലെ 11th ചാപ്റ്ററായ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. എന്താണ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിമിനേഷന് എതിരെ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിവേചനം അല്ലേ, അതിനെതിരായിട്ടുള്ള അതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നോക്കൂ. ഐ ഫീൽ ഒപ്രസ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ ഓഫ് വൈറ്റ് ഡോമിനേഷൻ ദാറ്റ് lurks all around in this courtroom. It calls to mind the inhuman injustices caused to my people by this same white domination. It reminds me that I am voteless because of this parliament. We are without land and forced to occupy poverty-stricken reserves, overpopulated and overstocked. I raise the question, how can I be expected to believe that this same racial discrimination which has been the cause of so much injustice and suffering right through the years should now operate here to give me a fair and open trial? ഇത് ആര് വാക്കുകളാണ്? ഇതാ നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞല്ലേ, നെൽസൺ മണ്ടേലേൻ്റെ വാക്കുകളാണല്ലേ. അത് പ്രിറ്റോറിയ ട്രയൽ ഓഫ് നെൽസൺ മണ്ടേല 1962 അല്ലേ. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ? എന്താണ് അത്? ഒരു എവിടെയാണ്? കോർട്ട് റൂമിലാണ് അല്ലേ. ഈ കോർട്ട് റൂമിൽ തങ്ങി നിൽക്കുന്ന ഈ വൈറ്റ് ഡോമിനേഷൻ എന്താണ്? വെള്ള മേധാവിത്വത്തിൻ്റെ അന്തരീക്ഷം എന്നെ എന്താണ് ഭയങ്കരമായിട്ട് ഒപ്രസ്ഡ് ചെയ്യുക അല്ലേ, ഫീൽ ചെയ്യുകയാണ് അല്ലേ, അതായത് അസ്വസ്ഥനാക്കുകയാണ്. ഇതേ മേധാവിത്വം എന്താണ് എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്താ എന്നെ ഭയങ്കരമായിട്ട് എന്താണ് അസ്വസ്ഥനാക്കുന്നുണ്ട് അല്ലേ. ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത്. അപ്പോൾ ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണെന്ത്? എനിക്ക് വോട്ടവകാശം ഇല്ലാത്തതായി മാറിയത് അല്ലേ എന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു തുണ്ട് ഭൂമിയില്ല, എന്നിട്ട് എന്താണ് ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതി മുട്ടുന്നിടത്തേക്ക് എന്താക്കുകയാണ്? ഞങ്ങളെ നിർബന്ധപൂർവ്വം പറഞ്ഞു വിടുകയാണ് അല്ലെ. നിർബന്ധപൂർവ്വം എന്താണ്? പറഞ്ഞു വിടുകയാണ്. അനേകം വർഷങ്ങളായി ഈ രാജ്യത്തെ അനീതികൾക്കും യാതനകൾക്കും കാരണമാകുന്ന അതേ ആ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം എന്താണ് നിഷ്പക്ഷമായി ഒരു വിചാരണ എനിക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അതെന്താണ്? അപ്പോൾ നെൽസൺ മണ്ടേല എന്താണ് ഭയങ്കരമായിട്ട് ഒരു വർണ്ണവിവേചനം അല്ലേ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ടുള്ള ഒരാളാണ് അല്ലേ. അയാൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അധികം ആൾക്കാർ എന്താണ് വർണ്ണവിവേചനത്തിന് അധികം ആൾക്കാരില്ല. ഈ കളർലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഈ ഡിസ്ക്രിമിനേഷന് നേരിട്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി പോരാടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ എന്താണ് പ്രിറ്റോറിയ വിചാരണയുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അതായത് 1962 പറഞ്ഞതാണ്. ഗിവൺ എബോ ആർ ദ വേർഡ്സ് ഓഫ് നെൽസൺ മണ്ടേല, ദ ഫ്രീഡം ഫൈറ്റർ ഓഫ് സൗത്ത് ആഫ്രിക്ക. ഇത് ആരാ വാക്കുകളാണ്? ദക്ഷിണാഫ്രിക്കയുടെ, നമ്മളെ സൗത്ത് ആഫ്രിക്കേൻ്റെ ഫ്രീഡം ഫൈറ്റർ അദ്ദേഹത്തിൻ്റെ നെൽസൺ മണ്ടേല. എന്താണ്? സൗത്ത് ആഫ്രിക്കേൻ്റെ ഫ്രീഡം ഫൈറ്ററായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണെന്ത് ഈ മുകളിൽ കൊടുത്തില്ലേ. ഹൂ പ്രാക്ടീസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക? ആരാണ് സൗത്ത് ആഫ്രിക്കയിൽ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം നടപ്പിലാക്കിയത്? ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് നെൽസൺ മണ്ടേല ഹാവ് ടു അണ്ടർഗോ സച്ച് എ ട്രയൽ? അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ നെൽസൺ മണ്ടേലയ്ക്ക് ഇത്തരം ഒരു വിചാരണ നേരിടേണ്ടി വന്നത്? ഒക്കെ എന്താണ് ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷന് ആയിട്ടുള്ള ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഈ വിചാരണയൊക്കെ നേരിടേണ്ടി വന്നത്. നെൽസൺ മണ്ടേല വാസ് ദ പേഴ്സൺ ഹു ഫോട്ട് ഫോർ ദ emancipation of the South Africans who were oppressed because of their race for centuries. He had to suffer imprisonment for 3 decades for fighting for the freedom of his country and its people. We need to know the features of this country to know more about the discrimination and oppression that its people had to undergo. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കളർ, അതായത് വെള്ളക്കാരും ഉണ്ട്, വെളുത്ത ആൾക്കാരും കറുത്ത ആൾക്കാരും അല്ലേ. നമ്മൾ നിറത്തിൻ്റെ പേരിൽ എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് ഈ കറുത്ത ആൾക്കാരെ വെളുത്ത ആൾക്കാരെ ആക്ഷേപിക്കുന്നുണ്ട് അല്ലേ. അതായത് എന്താണ് അവർക്ക് ഒരു സ്ഥലത്തും സ്ഥാനം കൊടുക്കൂല. ഈ കറുത്ത ആൾക്കാർക്ക് എന്താണ് ഒരു സ്ഥലത്തും എന്താണ് സ്ഥാനം കൊടുക്കുന്നില്ല. അവിടെ വെളുത്ത ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇനി വെളുത്ത ആൾക്കാർ പോകുന്നിടത്ത് ഈ കറുത്ത ആൾക്കാർക്ക് പോകാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് അതാണ് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എന്താണ് ഭയങ്കര മാനസികമായിട്ട് ഒരു പ്രശ്നം വരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട് ഈ സൗത്ത് ആഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായിട്ടാണ് പോരാടിയ വ്യക്തിയാണ് ആര്? ഈ നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് അല്ലേ. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് എന്താണ് 3
എത്ര ആണ് 3 decades അല്ലേ, 3 ദശാബ്ദത്തോളം എന്താണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. ഈ സൗത്ത് ആഫ്രിക്കൻ ജനത നേരിട്ട ഈ ഡിസ്ക്രിമിനേഷനെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിന്റെ പ്രത്യേകതകൾ നമ്മളെന്താണ് അറിയേണ്ടതുണ്ട് അല്ലേ. നെൽസൺ മണ്ടേലയും അതുപോലെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ജനങ്ങളൊക്കെ നേരിട്ട ആ അടിച്ചമർത്തലും വർണ്ണവിവേചനത്തിന്റെ പേരിലൊക്കെ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയേണ്ടത് നമുക്ക് കടമുണ്ട് അല്ലേ. അപ്പോൾ examine the world map and find out the continents in which South Africa situated. അപ്പോൾ ഈ വേൾഡ് മാപ്പ് ആണ് അല്ലേ. ഇതിൽ എവിടെയാണ് സൗത്ത് ആഫ്രിക്ക ഉള്ളത് കണ്ടുതാ. ഇത് എവിടെയാ സൗത്ത് ആഫ്രിക്ക? ആഫ്രിക്ക അവിടെ അല്ലേ. അപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെ, സൗത്ത് ആഫ്രിക്ക ലൊക്കേഷൻ, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കൂ, അതിൻ്റെ സ്ഥാനവും അതുപോലെ എന്താ ഭൂപ്രകൃതി അല്ലേ സൗത്ത് ആഫ്രിക്കേൻ്റെ. സൗത്ത് ആഫ്രിക്ക ഈസ് എ കൺട്രി ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. എന്താ ഇവിടെ പറയുന്നത്? സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് അല്ലേ, എന്താണ് സൗത്തേൺ മോസ്റ്റ് ടിപ്പിൽ ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യൻ ഓഷ്യനും അതുപോലെ എന്താണ് അറ്റ്ലാന്റിക് ഓഷ്യന്റെയും അതിർത്തി പങ്കിടുന്ന രാജ്യമാണെന്ത് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും. ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ നോക്കൂ, അതാ ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ എന്താ അത് അല്ലേ. അപ്പോൾ അതിൻ്റെ നടുക്കാണ് എന്ത് ഈ സൗത്ത് ആഫ്രിക്ക വരുന്നത് അല്ലേ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ. എന്താണ് അതിൻ്റെതായിട്ടുള്ളൊരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് എന്ത് ഈ സൗത്ത് ആഫ്രിക്കേൻ്റെ പ്രത്യേകത അല്ലേ. അതുപോലെ എന്താണ് ബ്രോഡ് കോസ്റ്റൽ ലാൻഡ്, വിശാലമായ തീരപ്രദേശങ്ങൾ, വാസ്റ്റ് പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റ്യൂ, വിസ്തൃതമായ പ്ലാറ്റ്യൂസും അതുപോലെ പ്ലെയിൻസും അല്ലേ, സമതലങ്ങളും പീഠഭൂമികളും. പിന്നെന്താണ് ലോഫ്റ്റി മൗണ്ടെയിൻ റേഞ്ചസ്, എന്താ ഉയർന്ന മൗണ്ടെയിൻ റേഞ്ചസ്. പിന്നെന്താണ് ഗ്രേറ്റ് റിവേഴ്സ്, വലിയ നദികൾ. പിന്നെന്താണ് വാട്ടർ ഫ്ലോസ്, വെള്ളച്ചാട്ടങ്ങൾ. ഡ്രൈ ഡെസേർട്ട്, എന്താ വരണ്ട മരുപ്രദേശം. മേക്ക് ദിസ് കൺട്രി യുണീക്ക് അല്ലേ. ഒക്കെ എന്താണ് ഇത് തുടങ്ങിയൊക്കെ എന്താണ് ഈ രാജ്യത്തെ ഈ സൗത്ത് ആഫ്രിക്കേനെ വ്യത്യസ്തമാക്കുകയാണ് അല്ലേ. ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. എന്താ ഇവിടെ പറയുന്നത്? ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും മൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഖനി അല്ലേ. അവിടെയൊക്കെ എന്താണ് അവിടെ നിന്നുള്ള സമ്പത്ത്, അതുപോലെ വെതർ കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത്, ഇവയൊക്കെ യൂറോപ്യരെ എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് അട്രാക്ട് ചെയ്ത് യൂറോപ്യരെ എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് അട്രാക്ട് ചെയ്യാൻ കാരണം എന്താണ്? അവിടെയുള്ള അഗ്രേറിയൻ ലാൻഡ്സ്, മൈൻസ്, വെതർ, ഹ്യൂമൻ റിസോഴ്സസ് അതൊക്കെയാണ് അല്ലേ. എന്താണ് ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. കണ്ടോ, ഇതാണ് കേട്ടോ എന്തുകൊണ്ടാണ് യൂറോപ്യൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് വരാൻ കാരണമായത് എന്താന്ന്. ഓക്കെ, ദാറ്റ് യൂറോപ്യൻ അട്രാക്ട് ചെയ്തില്ല ഇതൊക്കെ. വെൽത്ത് ഫ്രം ഇൻലാൻഡ് അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. എക്സാമിൻ ദ ഗ്ലോബ് ആൻഡ് അറ്റ്ലസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഗ്ലോബ്, അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ചത് എന്താണ്? താഴെ പറയുന്ന വിവരങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോൺജിറ്റ്യൂഡ് ഇൻ സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ്. അപ്പോൾ ഏതെല്ലാം ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഇടയിലാണ് ഈ സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റ് ചെയ്യുന്നത്? വിച്ച് കൺട്രീസ് ഷെയർ ബോർഡർ വിത്ത് സൗത്ത് ആഫ്രിക്ക. ഏത് കൺട്രി സൗത്ത് ആഫ്രിക്കയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതാണ്? ദ കൺട്രീസ് ആർ സിംബാബ്വെ, മൊസാംബിക്, നമീബിയ, ബോട്സ്വാന, ലെസോത്തോ ആൻഡ് സ്വിറ്റ്സർലാൻഡ് ഒക്കെയാണ് എന്ത് ബോർഡർ ഷെയർ ചെയ്യുന്നത് അല്ലേ. സൗത്ത് ആഫ്രിക്കയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന 6 കൺട്രീസ് ആണ് ഇതൊക്കെ ഉള്ളത് അല്ലേ. സിംബാബ്വെ, മൊസാംബിക്ക്, നമീബിയ, ബോട്സ്വാന, ലെസോത്തോ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? South Africa's latitude and longitude is 29 degree 00 second south and 24 degree 00 second east. Below is the map South Africa showing major towns and roads. ഇവിടെ കാണിക്കുന്നത് മേജർ ടൗണും ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ എന്താണ് കേപ്പ് ടൗൺ കണ്ടോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, നോക്കുക കേട്ടോ. ഇവിടെയാണ് ഇതാണ് സൗത്ത് ആഫ്രിക്കേൻ്റെ ഇത് അല്ലേ. അപ്പോൾ എന്താണ് ഇതാണ് കേപ്പ് ടൗൺ. ഓക്കെ, കേപ്പ് ടൗൺ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നമ്മൾ ഇപ്പോൾ പറയും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവിടെയാണ് കേപ്പ് ടൗൺ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതാ ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ള അപ്പോൾ ടീച്ചർ അവിടെ കാണിച്ചതില്ലേ അത്. അപ്പോൾ എന്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നോക്കുക. ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അപ്പോൾ ഈ കേപ്പ് ഓഫ് ടൗൺ എവിടെയാണ് സിറ്റുവേറ്റഡ് ചെയ്തത്? സൗത്തേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ സൗത്തേൺ മോസ്റ്റ് ടിപ്പിലാണ് എന്ത് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഒരു ഗുഡ് ഹോപ്പ് തന്നെയാണ്, എന്താ പ്രതീക്ഷയുള്ള അല്ലെ, ശുഭപ്രതീക്ഷ മുനമ്പ് എന്നുള്ളത് പറയുന്നത് അല്ലെ. ടു റീച്ച് ദ കൺട്രീസ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെന്റ് ലൈക്ക് ഇന്ത്യ, ദ യൂറോപ്യൻസ് ഹാഡ് ടു സെയിൽ ത്രൂ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ encircling the African continent, as this cape gave the navigators the hope to reach Asia. It was named Cape of Good Hope. എന്താ അവിടെ പറയുന്നത് നോക്കിയേ, എന്താണ് ഈ യൂറോപ്യൻ എന്താണ് ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ചുറ്റി ഇന്ത്യൻ ഓഷ്യനിൽ എത്തിയാലേ എന്താണ് ഏഷ്യ കോണ്ടിനെന്റിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ ഏഷ്യയിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടെ എന്താണ്, ഇവിടെ ഗുഡ് ഹോപ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേര് എന്താക്കി അറിയപ്പെടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ചുറ്റി ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്തിയാലേ എന്താക്കാൻ പറ്റുള്ളൂ, ഏഷ്യൻ കോണ്ടിനെന്റിലെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളേ, ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഏഷ്യയിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടെ എന്താക്കി ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ, കൊളനൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക അല്ലെ. സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് കൊളനൈസേഷൻ നടത്തുന്നത് അല്ലെ, എന്താണ് കോളനി വൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കൊളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളനൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്താണ് കൊളനൈസേഷൻ എന്ന് പറഞ്ഞാൽ, കൊളനൈസേഷൻ ഈസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്താണ് ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് ഈ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക് ആയിട്ടും കൾച്ചറലായിട്ടും ഒക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് എന്ത് ഈ കൊളനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ, കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കാം കൊളനൈസേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. ദ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക വേർ ട്രൈബൽ പീപ്പിൾ ഹു ബിലോങ് ടു ദ ഗ്രൂപ്പ്സ് സാൻ ആൻഡ് ഹോസ. It was the tribal groups from the other parts of Africa who migrated to this place for the first time. Towards the end of the 15th century, the Europeans started their expeditions to South Africa. By the 17th century, the Dutch became influential in South Africa and Cape Town became their major colony. അപ്പോൾ എന്താണ് ഈ സാൻ ഖോസ കണ്ടോ, സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ അല്ലെ. എന്താണ് ഈ സാൻ ഖോസ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നത് ഈ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ആഫ്രിക്കയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നെത്തിയ ഈ ട്രൈബൽ ഗ്രൂപ്പായിരുന്നു ആദ്യമായി ഇവിടേക്ക് എന്താക്കി മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറ്റം നടത്തിയത്. 15ാം നൂറ്റാണ്ട് 15th സെഞ്ചുറിയിൽ അവസാനത്തോടെ ഈ യൂറോപ്യർ എന്താക്കി സൗത്ത് ആഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. ഈ 17th സെഞ്ചുറിയോട് കൂടി എന്താക്കി സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് ഡച്ചിന്റെ സ്വാധീനം ശക്തമായിരിക്കുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ എന്താണ് പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. ബൈ ദ 18th century ദ ബ്രിട്ടീഷ് റീച്ച്ഡ് സൗത്ത് ആഫ്രിക്ക. 18th സെഞ്ചുറിയിലാണ് ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയല്ലേ. അവരെന്താണ് ദേ ഡിസൈഡഡ് ടു മേക്ക് സൗത്ത് ആഫ്രിക്ക ദെയർ കോളനി വിത്ത് ദ എയിം ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അവരാണ് തീരുമാനിച്ചത് എന്ത് സൗത്ത് ആഫ്രിക്കനെ അവരുടെ കോളനി ആക്കാൻ അല്ലെ. അവരുടെ ലക്ഷ്യം എന്താണ്, അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. എന്താണ് പല അതായത് എന്താണ് പറയുന്നത് ഇവര് പല ലാൻഡ് ഏരിയസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, എന്താണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, വേൾഡിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ അക്വയർ മോർ ആൻഡ് ലാൻഡ് ഏരിയാസ്, അവർക്ക് എന്താണ് അക്വയർ മോർ ലാൻഡ് ഏരിയാസ് എയിമായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് അത് അവരുടെ കോളനി ആക്കാൻ എന്താക്കി അവർ തീരുമാനിച്ചില്ല. ടു ക്യാപ്ചർ ദ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. പിന്നെ Africa to establish supremacy over other European countries to make it a temporary point of halt on their journey to the Asian continent. എന്താണ് പറയുന്നത് 18th സെഞ്ചുറിയോട് കൂടി എന്താണ് ബ്രിട്ടീഷുകാർ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് എത്തിച്ചേർന്നു അല്ലെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, എന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് ലോകത്തിന്റെ
വിവിധ ഭാഗങ്ങൾ കൂടുതൽ പ്രദേശങ്ങൾ എന്താണ് അവർക്ക് സ്വന്താക്കുക. ആഫ്രിക്കൻ വൻകരയുടെ അല്ലെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേലെന്താണ് അവർക്ക് അധീനത്വം സ്ഥാപിക്കുക. ഏഷ്യ കോണ്ടിനെന്റിനെ സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക അല്ലെ. ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് എന്താണ് അവർക്കൊരു ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എന്ത് ഈ ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രിട്ടന് അവർ സൗത്ത് ആഫ്രിക്കയെ അവർ കോളനിയായിട്ട് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? ദേ എയിം ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ടു ക്യാപ്ചർ ദ ഇമ്മൻസ് ഓഫ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ടു മേക്ക് ഇറ്റ് എ ടെമ്പററി പോയിന്റ് ഓഫ് ഹാൾട്ട് ഓൺ ദെയർ ജേർണി ടു ദ ഏഷ്യൻ കോണ്ടിനെന്റ്. ഏഷ്യൻ കോണ്ടിനെന്റിലേക്കുള്ള യാത്രത്തില് ആ സഞ്ചാരത്തിന് എന്താ ഒരു ഹാൾട്ട് പോയിന്റ് ആക്കുക അല്ലെ, അതായത് ഇടത്താവളമാക്കാൻ അല്ലെ. പിന്നെ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക അല്ലെ, ടു ക്യാപ്ചർ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയിലെ ഇമ്മൻസ് വെൽത്ത് ഒക്കെ പിടിച്ചടക്കിയ. പിന്നെന്താണ് ടു അക്വയർ മോർ ലാൻഡ് ഏരിയസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡത്തെ പല ലാൻഡ് ഏരിയകൾസും എന്താണ് പിടിച്ചടക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇടത്താവളമാക്കാൻ ഇടത്താവളമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഈ ബ്രിട്ടൻ എന്താക്കിയത് ഈ സൗത്ത് ആഫ്രിക്കനെ കോളനിയാക്കാൻ തീരുമാനിച്ചത് അല്ലേ. ഇതെന്ന് നോക്കൂ, ദ ഗ്രേറ്റ് ട്രക്ക്. ഇനി എന്താണ് ഗ്രേറ്റ് ട്രക്ക്? എന്താണ് ബോവേഴ്സ്? എന്താണ് ബോവേഴ്സ്? ബോവേഴ്സ് ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദ ഡച്ച്, നെതർലാൻഡ്സ്, French and the German who came to South Africa from Europe. Boer is the Dutch word of farmer. Later they came to be known as Afrikaner and their language and the culture as Afrikaans. എന്താ ഇവിടെ പറയുന്ന ബോവർ? യൂറോപ്പിൽ നിന്ന് ആദ്യം സൗത്ത് ആഫ്രിക്കയിലെത്തിയ നെതർലാൻഡ്, അതായത് ഡച്ച് അല്ലെ, നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് എന്ത് ബൂവറുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിലെത്തിയ ഈ നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് എന്ത് ഈ ബൂവേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഡിസെൻഡൻസ് അല്ലെ, പിന്മുറക്കാരാണ് ബൂവറുകൾ എന്ന് പറയുന്നത് അല്ലെ. കൃഷിക്കാരൻ എന്നാണ് എന്ത് ഈ ബൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം അല്ലെ. എന്താണ്? ഫാർമർ. ഫാർമർ എന്നാണ് എന്ത് ബൂവർ എന്നുള്ളതിന്റെ ഡച്ച് പദത്തിന്റെ അർത്ഥം. പിൽക്കാലത്ത് എന്താക്കി ഈ ആൾക്കാർ, ഈ ജനവിഭാഗം എന്താണ് ആഫ്രിക്കാനർ എന്നും ഇവരുടെ ഭാഷയും സംസ്കാരം എന്താണ് ആഫ്രിക്കാൻസും എന്നറിയപ്പെട്ടു അല്ലെ. പിൽക്കാലത്ത് പിന്നെ ഈ ജനവിഭാഗം എന്താണ് ആഫ്രിക്കാനർന്നും പിന്നെ എന്താണ് ഇവരുടെ ഭാഷയും സംസ്കാരമൊക്കെ അല്ലെ, എന്താണ് അവരുടെ ലാംഗ്വേജും കൾച്ചറൊക്കെ എന്താണ് ആഫ്രിക്കാൻസും അറിയപ്പെട്ടു. ഓക്കെ, ദെൻ ലെറ്റ് us examine how the colonization project of the British affected the Boers. ഇനി എന്താ അവിടെ പറയുന്നത്? നമുക്ക് എക്സാമിൻ ചെയ്യല്ലേ. ഹൗ ദ കോളനൈസേഷൻ പ്രൊജക്ട് ഓഫ് ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് ദ ബോവേഴ്സ്. എന്താണ് ബ്രിട്ടീഷ് എങ്ങനെയാണ് ഈ അതായത് ബ്രിട്ടൻ നടപ്പിലാക്കിയ ഈ കോളനൈസേഷൻ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്ന് നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് ക്യാപ്ചേർഡ് ദ കേപ്പ് കോളനി ഫ്രം ഡച്ച് ആൻഡ് ദ ഇംപ്ലിമെന്റഡ് സർട്ടൻ പോളിസീസ് ദർ. എന്താണ് ഈ ഡച്ചുകാരിൽ നിന്ന് എന്താണ് കേപ്പ് കോളനി പിടിച്ചെടുത്ത ഈ ബ്രിട്ടൻ ആ പ്രദേശത്ത് എന്താണ് ചില നിയമങ്ങൾ അല്ലെ, ചില നയങ്ങൾ എന്താക്കി അവിടെ നടപ്പിലാക്കി, പോളിസീസ് അവിടെ നടപ്പിലാക്കി. റെസ്ട്രിക്ഷൻസ് വർ ഇമ്പോസ്ഡ് ഓൺ ഡച്ച് ലാംഗ്വേജ്. ഇംഗ്ലീഷ് വാസ് മെയ്ഡ് ദ സോൾ ലാംഗ്വേജ് ഓഫ് കേപ്പ് കോളനി. എന്താണ് അവിടെ പറയുന്നത്? അവിടെ ആ നയം എന്താണ് ഡച്ച് ഭാഷ എന്താണ് അവിടെ റെസ്ട്രിക്ഷൻ ചെയ്തു അല്ലെ. എന്താണ് ഡച്ച് ഭാഷയ്ക്ക് അവിടെ എന്താണ് ഉപരോധം ഏർപ്പെടുത്തി അല്ലെ. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി അല്ലെ. എന്താണ് ഡച്ച് ഭാഷ അവിടെ ഇനി സംസാരിക്കേണ്ട, അവിടെ എന്താണ് ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷ് ആണ് എന്ത് അവിടെ ഏക ഭാഷയാക്കി അവർ മാറ്റി അല്ലെ. എവിടെ? ഈ കേപ്പ് കോളനിയിൽ. By the mid-19th century, British abolished slavery in their colonies. This adversely affected the Boers who used slaves to cultivate their lands. എന്താ അവിടെ പറയുന്നത് മക്കളെ നോക്കിയേ. ഈ 19th സെഞ്ചുറിന്റെ പകുതിയോടെ എന്താക്കി ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ എന്താ അടിമത്തം നിരോധിച്ചു അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ബൈ ദ mid-19th century, 19th സെഞ്ചുറിന്റെ പകുതിയോടുകൂടി ബ്രിട്ടൻ എന്താക്കി തങ്ങളുടെ കോളനികൾ എന്താണ് ഈ സ്ലേവറി അടിമത്തം നിരോധിച്ചു അല്ലെ. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇതെന്താണ് പ്രതികൂലമായിട്ട് ബാധിച്ചു. അപ്പൊ എന്താണ് അവിടെ അടിമത്തം നിരോധിച്ചപ്പോ എന്താണ് അടിമകളെ പ്രയോജനപ്പെടുത്തിയാണ് അവിടെ കൃഷി നടത്തിയിരുന്നത് അല്ലെ. അത് ഈ ബൂവറുകളെ നന്നായിട്ട് ബാധിച്ചു അല്ലെ, പ്രതികൂലമായിട്ട് അങ്ങ് ബാധിച്ചു. ദെൻ അഫക്ട് ചെയ്തു. The Great Trek is the exodus of the Boers to the interior areas of South Africa to escape from such policies introduced by the British.
അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താക്കി, ഈ കേപ്പ് കോളനിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് എന്താക്കി ബൂവേഴ്സ് നടത്തിയ ഈ പാലായനം എന്ന് പറയില്ലേ, എന്താണ് ബൂവേഴ്സ് എക്സോഡസ്, പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവർ അവിടുന്ന് മാറി, അവിടുന്ന് പോയി നിർത്തും അല്ലേ, അവിടുന്ന് എന്താണ് അവിടുന്ന് ഒളിച്ചോടി അല്ലേ. അപ്പോൾ അതിന് എന്താകുന്ന ഒരു പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്, ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേപ്പ് കോളനിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പാലായനമാണ് എന്ത് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫോളോയിങ് ദ ഗ്രേറ്റ് ട്രെക്ക് ദ ബോവേഴ്സ് എസ്റ്റാബ്ലിഷ് റിപ്പബ്ലിക്സ് ഇൻ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ആൻഡ് നദാൽ. എന്താ ഇവിടെ പറയുന്നത്, ഗ്രേറ്റ് ട്രെക്കിനെ തുടർന്ന് ബൂവറുകൾ എന്താണ് ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നിവിടങ്ങൾ എന്താണ് റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചില്ലേ, റിപ്പബ്ലിക് ഉണ്ടാക്കിയില്ലേ, എസ്റ്റാബ്ലിഷ്ഡ് റിപ്പബ്ലിക്സ് ഉണ്ടാക്കിയില്ലേ. ദെൻ അടുത്ത് നോക്കുക ഇനി എന്താന്ന്, ഇതാണ് ഗ്രേറ്റ് ട്രെക്ക് കേട്ടോ. അവർ പോകുന്ന എല്ലാവരും പോവുകയാണ് അല്ലേ എല്ലാവരും. ഓക്കെ, ബൂവർ വാർസ്, ഇനി എന്താണ് ബൂവർ യുദ്ധങ്ങൾ അല്ലേ. ലെറ്റ്സ് എക്സാമിൻ ദ സർക്കംസ്റ്റൻസസ് വിച്ച് ബിക്കെയിം ദ കോസസ് ഓഫ് ദ ബൂവർ വാർസ് ദാറ്റ് ചേഞ്ച് ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്താണ് പറയുന്നത്, സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാന്നാ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിലെ 11th ചാപ്റ്ററായ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഗ്രേറ്റ് ട്രെക്ക് എന്താന്ന് പഠിച്ച് നമ്മൾ എന്താന്ന് മനസ്സിലാക്കി അല്ലേ. നോക്കുക, ഇനി എന്താണ് ബൂവർ വാർസ് ആണ് കേട്ടോ. ബൂവർ വാർ എന്താണ്, ലെറ്റ് us examine the circumstances which became the causes of the Boer Wars that changed the history of South Africa. സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ഈ ബൂവർ വാറുകൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Towards the end of the 19th century, mines of gold and diamond were discovered in the regions under the Boer republics. Thus, South Africa became the largest producers of gold and diamond. The Boer Wars started when Britain attempted to merge the Boer Republic with the British colonies. എന്താ അവിടെ പറയുന്നത്, 19th സെഞ്ച്വറിൻ്റെ അവസാനത്തോടെ എന്താണ് ബോർ റിപ്പബ്ലിക്കിൻ്റെ ഈ പ്രദേശങ്ങളിൽ എന്താണ് ഈ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ മൈന് കണ്ടുപിടിക്കപ്പെട്ടു, ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ഗോൾഡ് ഡയമണ്ട് ഉൽപാദകരായ ഈ സൗത്ത് ആഫ്രിക്ക മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം എന്താക്കി കൂട്ടിച്ചേർക്കാൻ എന്താക്കി ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് എന്ത് ഈ ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത് അല്ലേ. എങ്ങനെയാണ് ഈ ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്, ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ അവിടെ മൈനുകളൊക്കെ കണ്ടുപിടിച്ചു അല്ലേ, ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഒക്കെ മൈനുകൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ഈ ഗോൾഡ് ഡയമണ്ട് ഉൽപാദകരായ ഈ സൗത്ത് ആഫ്രിക്ക മാറി അല്ലേ. അപ്പോൾ ഈ ബൂവർ റിപ്പബ്ലിക്കുകളെ ഈ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ എന്താണ് ഈ ബ്രിട്ടൻ ശ്രമിച്ചതോടെയാണ് എന്ത് ബൂവർ യുദ്ധങ്ങൾക്ക് ആരംഭിച്ചത് അല്ലേ, ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. ഇനി ഫസ്റ്റ് ബോയർ വാർ എന്താ, ബൂവർ വാർ എന്താ നോക്കാം നമുക്ക്. ബ്രിട്ടൻ ക്യാപ്ചർഡ് ട്രാൻസ്വാൾ ടു എക്സ്റ്റെൻഡ് ദെയർ റെയിൻ ടു മോർ റീജിയൻസ്. Following this, the first Boer War started 1880-81. The Boers won the battle and formed the Republic of South Africa, merging Transvaal and the nearby region. എന്താണ് ഒന്നാം ബോർ വാർ അല്ലേ, എന്താണ് ഒന്നാം ബോർ യുദ്ധം, എന്താണ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് ബ്രിട്ടൻ ഈ ബൂവറുകളിൽ നിന്ന് എന്താണ് ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം 1980-81 ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാളും സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് ഈ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എന്താണ് ഈ ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്ന് ഈ ട്രാൻസ്വാൾ പിടിച്ചെടുത്തത്. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു അല്ലേ. ഈ യുദ്ധത്തിൽ ബൂവറുകൾ എന്താക്കി വിജയിക്കുകയും ഈ ട്രാൻസ്വാളും അതിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് എന്താക്കി ഈ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്കായി രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഇതാ നോക്കൂ, ട്രാൻസ്വാൾ ഇതാണ് അല്ലേ, ഈ ട്രാൻസ്വാൾ. ഓക്കെ, ഇതാണ് കേപ്പ് കോളനി. പിന്നെ ഇതാണ് അവിടെ അറ്റ്ലാന്റിക് ഓഷൻ, ഇത് ഇന്ത്യൻ ഓഷൻ കേട്ടോ, അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ. ഓക്കെ,
ദ സെക്കൻഡ് ബോയർ വാർ എന്താണ് രണ്ടാം ബൂവർ യുദ്ധം അല്ലെ. ഡിസ്പ്യൂട്ട് ഓവർ ദ അസറ്റ് ഫ്രം ദ ഗോൾഡ് മൈൻസ് ആൻഡ് ദ കൺട്രോൾ ഓവർ ദം ലെഡ് ടു ദ സെക്കൻഡ് ബോയർ വാർ. ദ ബോയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടാക്സ് ഓൺ ദ ഗോൾഡ് മൈൻസ്. ദ ബ്രിട്ടീഷ് ഡിമാൻഡഡ് ദ റൈറ്റ് ടു വോട്ട് ഫോർ ദെയർ ലാബറേഴ്സ് ഇൻ ദ മൈൻസ്. വെൻ ദിസ് ഡിമാൻഡ് വാസ് ഡിനൈഡ് ബൈ ദ റിപ്പബ്ലിക്കൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ദ armed struggle, the most destructive war in the history of South Africa started അല്ലെ. എന്താണ് പറയുന്നത്? ഈ രണ്ടാം ബൂവർ യുദ്ധം എങ്ങനെയാണെന്നുള്ളത് അല്ലെ. അപ്പൊ ഈ ഗോൾഡ് മൈൻ ഉണ്ടല്ലോ, ഗോൾഡ് മൈനിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച് എന്താണ് തർക്കങ്ങളാണ് എന്ത് ഈ രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത് അല്ലെ. ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഈ കൂടുതൽ പ്രദേശങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ എന്താക്കി ഈ ബൂവറുകളിൽ നിന്ന് ആ ട്രാൻസ്വാൾ പിടിച്ചെടുത്തു അല്ലെ. അപ്പോഴാണ് എന്ത് ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചത്. രണ്ടാം ബൂവർ യുദ്ധം എങ്ങനെയാണ് ആരംഭിച്ചത്? ഗോൾഡ് മൈനിൽ നിന്നുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് എന്ത് ഈ രണ്ടാം ബൂവർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ബൂവർ ഭരണാധികാരികൾ എന്താണ് ഈ മൈനുകൾക്ക് ഒരു ടാക്സ് ഏർപ്പെടുത്തി. ഈ മൈനിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് എന്താണ് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം എന്താണ് നിരസിച്ചതോടെയാണ് എന്ത് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചത്. അപ്പൊ എങ്ങനെയാണ് എന്താണ് ഇവിടെ പറയുന്നത്? എന്താ ഇവിടെ പറയുന്നത്? ബൂവർ ഭരണാധികാരികൾ എന്താണ് ഈ മൈനുകൾക്ക് എന്താണ് ടാക്സ് ഏർപ്പെടുത്തി അല്ലെ. അപ്പൊ മൈനിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികളുണ്ട്, അവർക്ക് ബ്രിട്ടൻ എന്താക്കി വോട്ടവകാശം ആവശ്യപ്പെട്ടു. അപ്പൊ ഈ റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ അല്ലെ അവരെന്താണ് ഈ ആവശ്യം എന്താണ് നിരസിച്ചു അല്ലെ. അപ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം എന്താണ് ഈ ബൂവർ റിപ്പബ്ലിക്കുകളെ എന്താക്കി പരാജയപ്പെടുത്തി അല്ലെ. ബ്രിട്ടീഷ് ആർമി ഡിഫീറ്റഡ് ദ ബൂവർ റിപ്പബ്ലിക്സ് ഇൻ ദിസ് ബാറ്റിൽ. ഈ യുദ്ധത്തിൽ എന്താക്കി ഈ ബ്രിട്ടീഷ് ഈ ബൂവർ റിപ്പബ്ലിക്സിനെ പരാജയപ്പെടുത്തി അല്ലെ. ആസ് പെർ ദ ട്രീറ്റി ഓഫ് വിരീനി, the boys approved the sovereign of Britain. The Union of South Africa was formed as an autonomous territory under the control of the British. Based on the new constitution implemented by the Union of South Africa, the British and the Afrikaners got a high consideration. However, the fundamental rights of the black people were denied. എന്താ ഇവിടെ പറയുന്നത്? ഈ വെരീനിക്കിംഗ് സന്ധി അനുസരിച്ച് എന്താ വെരീനിക്കിംഗ് വെരീനിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റി അല്ലെ. എന്താണ് ആ സന്ധി അനുസരിച്ച് ബൂവറുകൾ എന്താണ് ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു അല്ലെ. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടനയനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. ആരാണ് ഈ ആഫ്രിക്കാനന്മാർ? നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഡച്ച്, ജർമ്മനി അവിടെ നിന്നൊക്കെ വന്ന പിന്മുറക്കാർ അല്ലെ. അപ്പൊ അവർക്കും എന്താണ് ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങൾ എന്താക്കി നിഷേധിക്കപ്പെട്ടു അല്ലെ. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ ബ്ലാക്ക് പീപ്പിൾ വേർ ഡിനൈഡ് അല്ലെ. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന അവകാശങ്ങളൊക്കെ എന്താക്കി നിഷേധിച്ചു അല്ലെ, ഡിനൈ ചെയ്തു. ഇതാണ് സെക്കൻഡ് ബോയർ വാർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് മഹാത്മാഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക. എന്താണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ അല്ലേ. നോക്കാം നമുക്ക്. ആൻ ഓട്ടോബയോഗ്രഫി എന്നാണ് കേട്ടോ. മഹാത്മാഗാന്ധിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എടുത്ത ഇതാണ് കേട്ടോ. അനദർ ഒഫീഷ്യൽ കെയിം ടു മീ ആൻഡ് സെഡ് കം അലോങ്, യു മസ്റ്റ് ഗോ ടു ദ വാൻ കമ്പാർട്ട്മെന്റ്, ബട്ട് ഐ ഹാവ് എ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് സെഡ് ഐ. എന്താണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വരൂ നിങ്ങൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഗാന്ധിജി പറഞ്ഞത്? പക്ഷേ എനിക്ക് എന്താണ് 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ. ദാറ്റ് ഡസൻറ്റ് മാറ്റർ, റിജോയിൻ ദ അതർ. ഐ ടെൽ യു, യു മസ്റ്റ് ഗോ ടു ദ വാൻ കമ്പാർട്ട്മെന്റ്. അതൊന്നും നോക്കണ്ട അല്ലേ. എന്താണ് അതൊന്നും കാര്യമാണ്, നിങ്ങൾ തീർച്ചയായും ഇതിന്റെ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്ന് ഞങ്ങൾ പറയുന്നു എന്ന് അയാൾ പറയുകയാണ് അല്ലേ. ഐ ടെൽ യു, ഐ വാസ് പെർമിറ്റഡ് ടു ട്രാവൽ ഇൻ ദിസ് കമ്പാർട്ട്മെന്റ് അറ്റ് ഡർബാൻ ആൻഡ് ഐ ഇൻസിസ്റ്റ് ഓൺ ഗോയിങ് ഓൺ ഇറ്റ്. എന്താണ് ഡർബാനിൽ വെച്ച് ഈ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ എന്നെ അനുവദിച്ചാണെന്നും ഇത് ആണ് എന്താ എന്നെ അനുവദിച്ചതാണെന്നും ഇതിൽ തന്നെ എനിക്ക് പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പൊ മറ്റവരെന്താ പറയുന്നത്? നോ യു വോണ്ട്, സാധ്യമല്ലായിരുന്നു അല്ലേ. സെഡ് ദ ഒഫീഷ്യൽ, യു മസ്റ്റ് ലീവ് ദിസ് കമ്പാർട്ട്മെന്റ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു. ഓർ എൽസ് ഐ ഷാൾ ഹാവ് ടു കോൾ എ പോലീസ് കോൺസ്റ്റബിൾ ടു പുഷ് യു ഔട്ട്. അല്ലെങ്കിൽ എന്താണ്
അല്ലാത്ത പക്ഷം നിങ്ങളെ പുറത്തേക്ക് എറിയാൻ എന്താണ് വേണ്ടി എനിക്കൊരു പോലീസ് കോൺസ്റ്റബിളിനെ വിളിക്കേണ്ടി വരുന്നു ആ ഉദ്യോഗസ്ഥൻ പറയാണ് അല്ലേ. ദ കോൺസ്റ്റബിൾ കെയിം. He took me by the hand and pushed me out. My luggage was also taken out. എന്താ അവിടെ പറയുന്നത്? ശരി, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താക്കി, ഒരു കോൺസ്റ്റബിൾ വന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തോളൂ, ഞാൻ സ്വമതയെ എന്താവും പുറത്തു പോകാൻ വിസമ്മതിക്കുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞില്ലേ. അപ്പോൾ പോലീസുകാരൻ വന്ന് അയാൾ കൈക്ക് പിടിച്ച് എന്നെ പുറത്തേക്ക് തള്ളി, എൻ്റെ സാധനങ്ങൾ എന്താക്കി പുറത്തേക്ക് എറിഞ്ഞില്ലേ. ദ ഈവനിങ് ട്രെയിൻ അറൈവ്ഡ്. ദർ വാസ് എ റിസർവ്ഡ് ബർത്ത് ഫോർ മീ. ഐ നൗ പർച്ചേസ്ഡ് അറ്റ് മെരിറ്റ്സ്ബർഗ് ദ വെഡിങ് ടിക്കറ്റ് ഐ ഹാഡ് റിഫ്യൂസ്ഡ് ടു ബുക്ക് അറ്റ് ഡർബൻ. എന്താണ്, അപ്പോൾ വൈകിട്ടത്തെ തീവണ്ടി വന്നു. അതിൽ എനിക്കായി സംവരണം ചെയ്യപ്പെട്ട ഒരു ബർത്ത് ഉണ്ടായിരുന്നു. ഡർബാനിൽ വെച്ച് ഞാൻ നിരസിച്ച കിടക്കയുള്ള ടിക്കറ്റ് ഇപ്പോൾ മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി. മാരിറ്റ്സ്ബർഗിൽ ഞാൻ വാങ്ങി എന്നാണ് ഓട്ടോബയോഗ്രഫിയിൽ ഗാന്ധിജി എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗാന്ധിജി ഡിസ്ക്രൈബ്സ് ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി ദ ദെൻ സോഷ്യൽ കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയാണിത് ഗാന്ധിജി തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ആത്മകഥയിൽ വിവരിക്കുന്നത്. മഹാത്മാഗാന്ധി റീച്ച്ഡ് South Africa in 1893. It was a period of undeclared racial discrimination in the Indian opinion. A daily started by Gandhiji in Africa, he wrote about the discrimination of the colonial administration towards the Africans. Thus, Africans alone are the original inhabitants of this land. The whites have occupied the country forcibly and appropriated it to themselves. എന്താണ് പറയുന്നത്? ഈ മഹാത്മാഗാന്ധി 1893 സൗത്ത് ആഫ്രിക്കയിലെത്തിയത്. അപ്രഖ്യാപിത ഈ ഡിസ്ക്രിമിനേഷൻ്റെ കാലമായിരുന്നു അത്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന ഈ വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ഫലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനയിലാക്കുകയും ചെയ്തു. എന്താണ്, ആഫ്രിക്കക്കാരാണ് അവിടുത്തെ ഭൂമിയിലെ ആദ്യമുള്ള ആൾക്കാർ. ഈ വെള്ളക്കാരാണ് ആ ഭൂമി ഫലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനയിലാക്കുകയും ചെയ്തതെന്ന്. ഗാന്ധിജി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ വോളണ്ടറി ആക്ടിവിറ്റീസ് ടു എക്സ്റ്റെൻഡ് ഹെൽപ്പ് to the ones who underwent sufferings in the Second Boer War. It was here that Gandhiji experimented the weapons of satyagraha, non-cooperation and civil disobedience. Hence, South Africa is known as Gandhiji's political laboratory. അപ്പോൾ രണ്ടാം ബോർ യുദ്ധകാലത്ത് എന്താണ്, ഈ യുദ്ധക്കെടുതികളിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന ഈ കുറേ പ്രവർത്തനങ്ങളുണ്ട് അല്ലേ അദ്ദേഹത്തിലൊക്കെ. അതിലൊക്കെ എന്താണ്, അദ്ദേഹം പങ്കെടുത്തിരുന്നു. സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ സത്യാഗ്രഹം, പിന്നെ അതുപോലെ എന്താണ് സത്യാഗ്രഹ, പിന്നെ നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ ഈ സമരരീതികളൊക്കെ ഗാന്ധിജി പരീക്ഷിച്ചത് എന്താണ്, ഈ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണിത് ഈ സൗത്ത് ആഫ്രിക്ക അറിയപ്പെട്ടത്. എന്താണ്, ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി എന്നാണ് ഈ സൗത്ത് ആഫ്രിക്കയെ അറിയപ്പെട്ടിരുന്നത് അല്ലേ. ദ ഫോർമേഷൻ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഇനി എന്താണ് ഇവിടെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനാണ് കേട്ടോ, രൂപീകരണം. ദ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി ലെഡ് ബൈ ദ വൈറ്റ്സ് കെയിം ടു പവർ ഇൻ ദ ഫസ്റ്റ് ഇലക്ഷൻ ആഫ്റ്റർ South Africa became an autonomous territory under the control of Britain. They brought in laws in the housing, administration and industrial sectors which would affect the people. The racial differentiation between the blacks and the whites got intensified. Peoples were denied the freedom of movement and the right to education. The organization, the African Native National Congress, formed to protect the rights of the people of Africa, was later came to be known as the African National Congress. The leaders of the African National Congress devised several means of struggles to build a discrimination-free South Africa. എന്താണ് പറയുന്നത്, സൗത്ത് ആഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഒരു വെള്ളക്കാരാൽ നിയമിക്കപ്പെട്ട ഈ സൗത്ത് ആഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. എന്താണ് അവിടെ പറയുന്നത്, ഹൗസിങ്, അതായത് പാർപ്പിടം, പിന്നെ ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. പിന്നെ
കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണിത് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. ഈ വിവേചനരഹിത സൗത്ത് ആഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ഇങ്ങനെ ഈ എന്താണ് അതായത് എന്താണ് ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ അല്ലെ വിവേചനരഹിത സൗത്ത് ആഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ എന്താണ് പല സമര മാർഗങ്ങളും എന്താക്കി ആവിഷ്കരിച്ചു. Let us examine the oppressive laws and their consequences in South Africa during the tenure of different governments. ഈ സൗത്ത് ആഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ ഈ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ലോസ് എന്തായിരുന്നു, കോൺസിക്വൻസ് എന്തായിരുന്നു, ഇതൊക്കെ എന്താണ് ഇവിടെ വിവിധ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ അല്ലെ സൗത്ത് ആഫ്രിക്കയിൽ അധികാരത്തിലെത്തിയ വിവിധ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളാണ് അല്ലെ. ഇപ്പൊ ലോസ് നോക്കിയ ദ മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻസ് ആക്ട് എന്താണ് ഖനി തൊഴിൽ നിയമം അല്ലെ. മൈൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻ ആക്ട് എന്താണ് അതിലെ കോൺസിക്വൻസസ് ഫലങ്ങളെ സ്കിൽഡ് വർക്ക്സ് വർ റിസർവ്ഡ് ഓൺലി ഫോർ ദ വൈറ്റ്സ് എന്താണ് നല്ല വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകളാണ് അല്ലെ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് എന്താക്കി അത് അവർക്ക് റിസർവ് ചെയ്തു അല്ലെ വെള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു. നേറ്റീവ്സ് ലാൻഡ് ആക്ട് എന്താണ് നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ലാൻഡ് ആക്ട് അല്ലെ ഭൂനിയമം. The blacks were allocated special areas called reserves and were not allowed to purchase land in other areas. ഇപ്പൊ നമ്മളെ നാട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും സ്ഥലം വാങ്ങാലോ, പക്ഷെ ഇവർക്ക് എന്താണ് കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കി വെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്നൊന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. വേറൊരു സ്ഥലത്ത് നിന്ന് ഇവർ വാങ്ങരുത്. ഇത് കറുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ ഇവിടെ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. റിസർവ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് മാത്രമേ ഇവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ അലൗഡ് അല്ല. നെക്സ്റ്റ് നോക്കൂ, നേറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട് എന്താണ് പ്രാദേശിക നഗരപ്രദേശ നിയമം. ബ്ലാക്സ് വെർ റിസ്ട്രിക്റ്റഡ് ഫ്രം എൻറ്ററിങ് സിറ്റീസ് എവിടെ സിറ്റികളിലൊക്കെ അല്ലേ കറുത്ത വർഗ്ഗക്കാർക്ക് എന്താണ് സിറ്റിയിലേക്ക് പ്രവേശിക്കാനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. നെക്സ്റ്റ് നോക്കൂ, സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ട്സ് ആക്ട്. ഇനിയോ സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വോട്ടർമാരുടെ പ്രത്യേക ഒരു പ്രാതിനിധ്യ നിയമമാണ് അല്ലേ. ബ്ലാക്സ് വർ റിമൂവ്ഡ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റ്. കറുത്ത വർഗ്ഗക്കാരെ എന്താണ് ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് നീക്കം ചെയ്തു. ഇതൊക്കെയാണ് എന്ത് കറുത്ത വർഗ്ഗക്കാരോട് അവർ കാണിച്ച ആ നിയമങ്ങളല്ലേ. അതിൻ്റെ ഫലങ്ങളും ഇതാണ് അല്ലേ. ഭയങ്കര കഷ്ടമാണ് അല്ലേ. നോക്കാം നമുക്ക്. ഇനിയാണ് നമ്മൾ നെൽസൺ മണ്ടേല വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നെൽസൺ മണ്ടേല അല്ലേ. നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ 18th July 1918 in the Thembu royal family in Transkei province of South Africa. His name was Rolihlala. എന്താണ് റോലിഹ്ലാല. ഹിസ് ഫാദർ വാസ് ഗാഡ്ല ഹെൻറി മണ്ടേല, ദ ഹെഡ് ഓഫ് മദീബ ക്ലാൻ ആൻഡ് മദർ നോസ്കെന്നി ഫാനി. ആഫ്റ്റർ പ്രൈമറി എഡ്യൂക്കേഷൻ ഹി ഗോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്കൻ ട്രിബൽ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ആൻഡ് ലേറ്റർ പാസ്ഡ് ദ ഡിഗ്രി ഇൻ ലോ. എന്താണ് ഇവിടെ പറയുന്നത് നെൽസൺ മണ്ടേലയെ കുറിച്ചിട്ടാണ് അല്ലേ. 1918 ജൂലൈ 18 സൗത്ത് ആഫ്രിക്കയിലെ ടാൻസ്കി പ്രവിശ്യയിലെ ഒരു തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. നെൽസൺ മണ്ടേലൻ്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു രോലിഹ്ലാഹ്ല എന്നായിരുന്നു അല്ലേ. അദ്ദേഹം നെൽസൺ മണ്ടേല എന്നല്ല എന്താണ് രോലിഹ് ലാഹ്ല അല്ലെ. എന്താണ് രോലിഹ്ലാഹ്ല എന്നായിരുന്നു നെൽസൺ മണ്ടേലയുടെ ആദ്യത്തെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് അതായിരുന്നു അല്ലെ ആദ്യത്തെ പേര്. പിതാവിൻ്റെ പേര് ഏതാണ് മാഡിബ വംശത്തിലെ തലവനായിരുന്ന ഗാഡ്ല ഹെൻറി മണ്ടേല എന്നായിരുന്നു അല്ലെ. മാതാവോ നോസ്കെനി ഫാനിയുമാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് അല്ലേ. ഓക്കെ, പിതാവ് ആരായിരുന്നു ഗാഡ്ല ഹെൻറി മണ്ടേല. പിന്നെ മാതാവോ അമ്മ ആരാണ് നോസ്കെനി ഫാനിയുമാണ്. ഈ ആദ്യത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രൈമറി അതായത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം എന്താണ് സൗത്ത് ആഫ്രിക്കൻ ട്രൈബൽ ഹെറിറ്റേജിൻ്റെ അതായത് ഗോത്ര പാരമ്പര്യവും അതുപോലെ കൾച്ചർ എന്താണ് സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് എന്താണ് അദ്ദേഹം ഡിഗ്രി ഇൻ ലോ പാസ് ചെയ്ത് ജയിച്ചു. എന്താണ് അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു. ഓക്കെ, ഇതാണ് നെൽസൺ മണ്ടേലയെ കുറിച്ച് ആദ്യത്തിൽ പറയാനുള്ളത്. പിന്നെന്താ അവിടെ നോക്കിയാൽ നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം 1994 അല്ലേ. എന്താണ് നെൽസൺ മണ്ടേല
ലോങ് വാക്ക് ടു ഫ്രീഡം അത് 1994 ഇതാക്കിയാണ് അല്ലേ. നോ വൺ ഇൻ മൈ ഫാമിലി ഹാസ് ഗോൺ ടു സ്കൂൾ. ഓൺ ദ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ മൈ ടീച്ചർ മിസ് Medgany gave each of us an English name and said that thenceforth that was the name we would answer to in school. This was the custom among Africans in those days and was undoubtedly due to the British bias of our education. That day, Miss Medgany told me that my new name was Nelson. Why she bestowed this particular name upon me, I have no idea. എന്താ ഇവിടെ പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ ആരും ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് നെൽസൺ മണ്ടേല പറയുന്നത് അല്ലേ. സ്കൂളിലെ ആദ്യ ദിവസം എൻ്റെ ടീച്ചർ മിസ് എംഡിൻഗൻ എന്നല്ലേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഇംഗ്ലീഷ് പേര് നൽകി. അക്കാലത്ത് ആഫ്രിക്കക്കാരുടെ ഇടയിൽ ഇത് പതിവായിരുന്നു. ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബ്രിട്ടീഷ് പക്ഷപാതിത്വം കാരണമായിരുന്നു. അന്ന് മിസ് എംഡിൻഗൻ എന്നോട് പറഞ്ഞു എൻ്റെ പുതിയ പേരെന്താണ് നെൽസൺ എന്നാണെന്ന്. എന്തുകൊണ്ടാണ് ഈ പ്രത്യേക പേര് എന്ന് എനിക്കിപ്പോഴും ഇട്ടത് അറിയില്ല അല്ലേ. ഐ ഹാവ് നോ ഐഡിയ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നെൽസൺ മണ്ടേലയുടെ ടീച്ചറാണ് നെൽസൺ എന്നുള്ള പേര് ഇട്ട് കൊടുത്തത് അല്ലേ. എംഡിങ്കൻ എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്താക്കിയത് ആ പേര് ഇട്ട് കൊടുത്തത്. ഏത് പേര്, നെൽസൺ എന്ന് പറഞ്ഞ പേര് അല്ലേ. An African child is born in an African's only hospital. When he grows up, he can hold Africans only jobs, rent a house in African only township, ride Africans only trains and be stopped at any of the day or night and be ordered to produce the pass without which he can be arrested and thrown in jail. His life is subscribed by racist laws and regulations that cripple his growth, dim his potential and stunt his life. നെൽസൺ മണ്ടേല ലോങ് വാക്ക് ഔട്ട് ടു ഫ്രീഡം 1994 അല്ലേ. എന്താ അവിടെ പറയുന്നത്, ഈ സൗത്ത് ആഫ്രിക്കയിലെ ഒരു ആഫ്രിക്കൻ കുട്ടി ആഫ്രിക്കക്കാർക്ക് മാത്രമുള്ള ആശുപത്രിയിലാണ് ജനിക്കുന്നത്. അവൻ വലുതാകുമ്പോൾ ആഫ്രിക്കക്കാരൻ്റെ മാത്രം ജോലികൾ ചെയ്യാനും ആഫ്രിക്കൻ ടൗൺഷിപ്പിൽ മാത്രം ഒരു വീട് വാടകയ്ക്ക് എടുക്കാനും ആഫ്രിക്കൻ്റെ മാത്രം ട്രെയിനുകളിൽ യാത്ര ചെയ്യാനും നിർബന്ധിക്കപ്പെടുകയാണ്. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും തടഞ്ഞു നിർത്തി പാസ് ഹാജരാക്കാൻ അവരോട് ഉത്തരവിടുന്നു. അതില്ലാത്ത പക്ഷം അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയുന്നു. അവൻ്റെ വളർച്ചയെ തളർത്തുകയും അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായ വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവൻ്റെ ജീവിതത്തെ ചുറ്റിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ആഫ്രിക്കൻ്റെ ഹോസ്പിറ്റലിൽ മാത്രമേ ജനിക്കാവൂ, പിന്നെന്താണ് ആഫ്രിക്കക്കാരൻ ചെയ്യുന്ന ജോലികൾ മാത്രമേ ചെയ്യാവൂ, പിന്നെ ആഫ്രിക്കൻ്റെ ഒരു ടൗൺഷിപ്പ് ഉണ്ട് അവിടെ മാത്രമേ വീട് വാടകയ്ക്ക് എടുക്കാനും, പിന്നെ ആഫ്രിക്കൻ്റെ ട്രെയിനിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, രാത്രിയോ പകരം വ്യത്യാസമില്ലാതെ പാസ് ചോദിച്ചാൽ അവൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ എറിയാണ്. പിന്നെ അവൻ്റെ വളർച്ചയെ തളർത്തുകയും അതുപോലെ അവൻ്റെ കഴിവുകളെ കെടുത്തുകയും അവൻ്റെ ജീവിതത്തെ മുരടിപ്പിക്കുകയും ചെയ്യുന്ന ക്രൂരമായൊരു വംശീയ നിയമങ്ങളും ചട്ടങ്ങളും അവിടെ ഉണ്ട് അല്ലേ, ആഫ്രിക്കയിലുണ്ട് അല്ലേ. അത് അവനെ ചുറ്റി ഇരിക്കുന്നു എന്നാണ് നെൽസൺ മണ്ടേല പറയുന്നത് അല്ലേ. Have you read the reference made by Nelson Mandela on the life of the people of South Africa? അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതാവസ്ഥകളെ കുറിച്ചാണ് ഈ നെൽസൺ മണ്ടേല നടത്തിയ ഈ റെഫറൻസ് നിങ്ങൾ വായിച്ചില്ലേ. What could be the reason the teacher gave Nelson Mandela for the new name instead of the name given by his parents? അപ്പം പാരൻസ് നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണം എന്തായിരിക്കും? അവരുടേതായിട്ടുള്ള ഒരു ധൈര്യത്തിൽ അവിടെ പറയുന്നുണ്ട് അല്ലേ. ഇംഗ്ലീഷ് ആധിപത്യം തന്നെ അവിടെ വരുന്നു അല്ലേ. വാട്ട് ആർ ദ ഒപ്രഷൻസ് ദ സൗത്ത് ആഫ്രിക്കൻ പീപ്പിൾ ഹാഡ് ടു ഫേസ്? അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ജനങ്ങൾ എന്തെല്ലാം ഒപ്രഷൻസ് അടിച്ചമർത്തലുകളാണ് നേരിട്ടിരുന്നത്? നെൽസൺ മണ്ടേല, ഹു വാസ് വെൽ അവെയർ ഓഫ് ദ നീഡ് ടു ഫ്രീ ഹിസ് പീപ്പിൾ ഫ്രം ദ clutches of colonization and racial discrimination, endeavored tirelessly for the freedom of his people and nation. ഈ കൊളനൈസേഷൻ അല്ലേ, കോളനിവൽക്കരണത്തിൽ നിന്നും അതുപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനിൽ നിന്നും അവരെ ജനതയെ മോചിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട നെൽസൺ മണ്ടേല തൻ്റെ നാടിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനായി നന്നായിട്ട് പരിശ്രമിച്ചു. Then Nelson Mandela founded the African National Congress Youth League by leading the youth. Later he took membership in African National Congress. The major leaders who worked along with Mandela were Walter Sisulu, Oliver Tambo and Desmond Tutu.
ആ ഇവിടെ നെൽസൺ മണ്ടേല ഈ അവിടുത്തെ യൂത്തിനെയൊക്കെ എന്താക്കി അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന ഒരു യുവജന സംഘടന രൂപീകരിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാൾട്ടർ സിസിലും പിന്നെ അതുപോലെ അവരൊക്കെ അല്ലേ, വാൾട്ടർ സിസിലു പിന്നെന്താണ് ഒലിവർ താംബോ, ഡെഡ്മണ്ട് ടുട്ടു എന്നിവരായിരുന്നു മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് പ്രധാന ലീഡേഴ്സ് അല്ലേ, മേജർ ലീഡേഴ്സ്. നെൽസൺ മണ്ടേലേൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ലീഡേഴ്സാണ് ഈ ഒരു മൂന്നാളും അല്ലേ. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കിയാൽ എന്താണ് അപ്പാർത്തീഡ് എന്താണ് വർണ്ണ വിവേചനം അല്ലേ. ദ സോഷ്യൽ ഓർഡർ ദാറ്റ് ഡിസ്ക്രിമിനേറ്റഡ് ദ ബ്ലാക്സ് റേഷ്യലി ആൻഡ് എക്കണോമിക്കലി ഈസ് നോൺ ആസ് അപ്പാർത്തീഡ്. എന്താണ് അപ്പാർത്തീഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഓർഡർ ദാറ്റ് discriminated the blacks racially and economically is known as apartheid, due to which the white in South Africa got high consideration. കണ്ടോ, ഈ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിൻ്റെ ഒരു സാമൂഹ്യ ക്രമമാണെന്ത് ഈ വർണ്ണ വിവേചനം എന്ന് പറയുന്നത് അല്ലേ. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വെളുത്ത വർഗ്ഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. ദ നാഷണൽ അവർക്ക് മാത്രമായിരുന്നു എന്ത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള എന്താണ് വൈറ്റ് വെള്ളക്കാർക്കാണ് എന്താക്കിയത്, വെള്ള കളറുള്ള ആൾക്കാർക്കാണ് എന്ത് വലിയ ഹൈ കൺസിഡറേഷൻ കൊടുത്തത് അല്ലേ. കറുത്ത വർഗ്ഗക്കാർക്ക് എന്താക്കിയില്ല, അവർക്ക് ഒരു കൺസിഡറേഷൻ അവിടെ കൊടുത്തിട്ടില്ല. പലതും എന്താണ് അവരെ അടിച്ചമർത്തി അല്ലേ. പിന്നെന്താണ് ഇവിടെ പറയുന്നത്, നാഷണൽ പാർട്ടി ദാറ്റ് കെയിം ടു പവർ ഇൻ 1948 ലീഗലി എൻഫോഴ്സ്ഡ് റേഷ്യൽ സെപ്പറേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ലീഗലൈസ്ഡ് ദ അപ്പാർത്തൈഡ്. ദ ഫോളോയിങ് ആർ ദ ലോസ് ദാറ്റ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ അപ്പാർത്തൈഡ്. എന്താണ് 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പിലാക്കിക്കൊണ്ട് എന്താക്കി ഈ അപ്പാർത്തൈഡ് ഈ വർണ്ണവിവേചനം എന്താക്കി ലീഗലാക്കി അല്ലെ, നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണിത് ഈ താഴെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നേറ്റീവ് പാസ് ലോ ആക്ട്, ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്, പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട്, ഹോം ലാൻഡ് സിസ്റ്റം, ബണ്ടു അതോറിറ്റൈസ് ആക്ട്, റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് എമ്യൂണിറ്റീസ് ആക്ട്, ദ ബണ്ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഈ ആക്റ്റുകളൊക്കെയാണ് എന്ത് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് എതിരെ അല്ലേ, അവർക്ക് വേണ്ടി ഈ വർണ്ണവിവേചനം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ആക്റ്റുകൾ അല്ലേ, ലോസ് അല്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റ് പറയുന്നത്, നേറ്റീവ് പാസ് ലോ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ബ്ലാക്സ് നീഡഡ് സ്പെഷ്യൽ പാസസ് ഫോർ മൂവിങ് ഫോർ വൺ പ്ലേസ് ടു അനദർ. എന്താണ് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ എന്താണ് പ്രത്യേക ഒരു പാസ് ആവശ്യമായിരുന്നു. എന്താണ് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എന്താണ് പാസ് ആവശ്യമായിരുന്നു. പിന്നെ നെക്സ്റ്റ് നോക്കൂ, ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട് എന്താണ്, പീപ്പിൾ വെർ ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് ലൊക്കേഷൻ ബേസ്ഡ് ഓൺ റേസ്. ദിസ് വാസ് നോൺ ആസ് ദ ഗ്രേറ്റ് അപ്പാർത്തൈഡ്. എന്താണ് വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ എന്താണ് ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെട്ടു. എന്താണ് വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ എന്താണ് പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ എന്താണ് ഈ ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെട്ടു. നെക്സ്റ്റ് നോക്കൂ, പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട്. ഐഡന്റിഫൈ കാർഡ്സ് വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ ഹൂ കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ്. എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് ഈ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട് ആണ് അല്ലേ. എന്താ ഇവിടെ പറഞ്ഞത്, 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അല്ലേ, ഐഡന്റിഫൈ കമ്പൽസറി ഫോർ ഓൾ ഹൂ കംപ്ലീറ്റഡ് 18 years. ഇതിലപ്പോൾ പറയുന്നത് ഓക്കെ 18 years ഓഫ് ഏജ് അല്ലേ. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്താണ് അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി അല്ലേ. എന്താണ് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ, അതായത് അവരുടെ ആ വംശത്തെ തന്നെ എന്താക്കി വംശത്തെ തന്നെ വ്യക്തമാക്കുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് എന്താക്കി നിർബന്ധമാക്കി അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ബണ്ടു അല്ലേ, ഹോംലാൻഡ് സിസ്റ്റം ബണ്ടു അതോറിറ്റീസ് ആക്ട് അല്ലേ. എന്താ ഇവിടെ പറയുന്നത്, ഇവിടെ the blacks became citizens of special local self-government bodies and hence lost their South African citizenship. ഇവിടെ പറയുന്നത് എന്താണ്, കറുത്തവർ പ്രത്യേക സംവരണ പ്രദേശങ്ങളിലെ സിറ്റിസൺസായി മാറുകയും അവർക്ക് സൗത്ത് ആഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ.
ബ്ലാക്ക് എന്താണ് അവർക്ക് സ്പെഷ്യൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് എന്താണ് അവിടുത്തെ സിറ്റീസണായി മാറുകയും അവർക്ക് സൗത്ത് ആഫ്രിക്കൻ സിറ്റീസൺസ് നഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ. സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു. റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ്സ് എമ്യൂണിറ്റീസ് ആക്ട് എന്താണ് ഇനി പ്രത്യേക സൗകര്യ സംവരണ ആക്റ്റാണ് അല്ലേ. അവിടെ പറയുന്നത് എന്താണ്, സൈൻ ബോർഡ് വെർ ഇൻസ്റ്റാൾഡ് ഇൻ പബ്ലിക് പ്ലേസസ് സച്ച് ആസ് ഗ്രൗണ്ട്, ബീച്ചസ്, ബസ്സസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, പാർക്സ് എക്സെട്ര. എന്താണ് പറയുന്നത്, അവിടെ ഈ ഗ്രൗണ്ടിലാണെങ്കിലും ബീച്ചുകളാണെങ്കിലും ബസ്, ഹോസ്പിറ്റൽ, സ്കൂള്, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിലൊക്കെ എന്താണ് അവിടെ ഒരു സൈൻ ബോർഡ് വെച്ച് അല്ലേ. അവിടെ എന്താണ് ഇന്ന ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ, ഇന്ന ആൾക്കാർക്ക് കയറാൻ പറ്റൂല അല്ലേ. അങ്ങനത്തെ സൈൻ ബോർഡുകൾ വെച്ച് എല്ലാ എവിടെയൊക്കെ സ്കൂളിലും പാർക്കിലും ഹോസ്പിറ്റലിലും ബസ്സിലും ബീച്ചിലും ഗ്രൗണ്ടിലും ഒക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ, ബണ്ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് എടുത്ത് അല്ലേ. എന്താണ് ബണ്ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ ആക്ട്. ദ ബ്ലാക്സ് വെർ റെസ്ട്രിക്റ്റഡ് ടു അണ്ടർഗോ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഓൺലി. എന്താണ് അവിടെ ബ്ലാക്ക് കറുത്ത വർഗ്ഗക്കാർക്ക് എന്താണ് ഇവിടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം എന്താണ് അവിടെ അവകാശം നൽകി. ഇതൊക്കെയാണെന്ത് അവിടുത്തെ നിയമങ്ങൾ അല്ലേ. ഇവിടെ നിയമങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ലോസിൽ ആർക്ക് ഇവിടെ ഈ അപ്പാർത്തൈഡിനെ എക്സിക്യൂട്ട് ചെയ്ത ലോസുകളാണെന്ത് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം സൈൻ ബോർഡ്സ് റിലേറ്റഡ് ടു സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ഈ സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ച ചില സൈൻ ബോർഡുകളാണിത്. താഴെ കണ്ടോ, നോൺ വൈറ്റ് മെയിൽസ്. ഇവിടെ എന്താണ് എൻട്രി ഓൺലി ഫോർ നോൺ വൈറ്റ് മെയിൽസ് അല്ലേ. ഇവിടെ വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം അല്ലേ, കറുത്തവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ്, പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി. എന്താണ് യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ളൊരു കളിസ്ഥലമാണ് ഇതിവിടെ അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഇതൊക്കെ സൈൻ ബോർഡാണ് അല്ലേ. എൻട്രി ഓൺലി ഫോർ ദ വൈറ്റ്സ്. ഇവിടെ എന്താ വെള്ളക്കാർക്ക് മാത്രം വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ ഈ മൈതാനത്തിൽ അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ദിസ് പബ്ലിക് പ്ലേസസ് ആൻഡ് ദ എമ്യൂണിറ്റീസ് ദെയർ ഓഫ് ഹാവ് ബീൻ റിസർവ്ഡ് ഫോർ ദ എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ വൈറ്റ്സ്. എന്താണ് ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും എന്താണ് വെള്ളക്കാർക്ക് വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. വെളുത്ത വർഗ്ഗക്കാർ എന്താണ് കളറിലുള്ള വെള്ളം അല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള കളറുള്ള വെള്ളക്കാരാണ് ഇത് വരുന്നത് അല്ലേ. ബിവെയർ ഓഫ് നേറ്റീവ്സ്. എന്താണ് തദ്ദേശീയരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. പിന്നെന്താണ് നേറ്റീവ്സിനെ സൂക്ഷിക്കുക. അണ്ടർ സെക്ഷൻ 37 ഓഫ് ദ ഡർബൻ ബീച്ച് ലോസ്, ഡർബൻ ബീച്ച് ഈസ് റിസർവ്ഡ് ഫോർ ദ സോൾ യൂസ് ഓഫ് ദ വൈറ്റ്സ്. എന്താണ് ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം എന്താണ് ഈ ഡർബൻ ബീച്ചിൽ കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് സൈൻ ബോർഡ് അല്ലേ. ഇതൊക്കെ എന്താണ് വാർണിംഗ് സൈൻസ് ഡ്യൂറിങ് അപ്പാർത്തൈഡ് അല്ലേ. എന്താണ് ഈ വർണ്ണവിവേചനപരമല്ല ആ വിവേചന കാലത്തെ മുന്നറിയിപ്പ് ബോർഡുകളാണെന്ത് ഈ കാണിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ. Then the intensity of violation of human rights that the blacks had to face in their own land is indicated in this signboard. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ സ്വന്തം നാട്ടിൽ അനുഭവിക്കേണ്ടി വന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രതയാണെന്ത് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സച്ച് ഇൻഹ്യൂമൻ ലോസ്, ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക വെർ ഡിനൈഡ് ദ റൈറ്റ് ടു വോട്ട്, ഗവർണൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത്തരം മനുഷ്യരഹിതമായ നിയമങ്ങൾ മനുഷ്യത്വരഹിതമായ ഇങ്ങനത്തെ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയുടെ ഉടമകളായ ജനങ്ങൾ എന്താണ് വോട്ടവകാശമില്ലാത്തവരും ഭരണാവകാശവും വിദ്യാഭ്യാസ അവകാശവും നിഷേധിക്കപ്പെട്ടവരുമായി തീർന്നു അല്ലേ. അവർക്ക് എന്താണ് അവർക്ക് വോട്ടവകാശവും ഇല്ല, അതുപോലെ എന്താണ് അവർ ഭരണത്തിൻ്റെ അവകാശവും ഇല്ല, വിദ്യാഭ്യാസത്തിൻ്റെ അവകാശമൊക്കെ എന്താക്കി ഇല്ലാതാക്കി അല്ലേ ഈ നിയമത്തിലൂടെ വന്നു. നെക്സ്റ്റ് എന്താണ് ദ സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ് ആണ്. Colonization and apartheid adversely affected the life of the people of South Africa. The blacks of South Africa faced political, economic and cultural downfall. എന്താണ് ഈ കോളനിവൽക്കരണം അല്ലെ, കൊളോണൈസേഷൻ്റെയും അതുപോലെ ഡിസ്ക്രിമിനേഷൻ്റെയും അല്ലേ. എന്താണ് കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതുപോലെ അപ്പാർത്തൈഡ് എന്താണെന്ന് അറിയാലോ. കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാൽ കോളനിവൽക്കരണം അല്ലേ. അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വർണ്ണ വിവേചനം അല്ലേ, വെളുത്ത വർഗ്ഗക്കാർ കറുത്ത വർഗ്ഗക്കാർ എന്നുള്ള ആ വിവേചനവും ഇല്ല എന്താണ് സൗത്ത് ആഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു അല്ലേ. ഈ സൗത്ത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ എന്താക്കി രാഷ്ട്രീയവുമായും സാമ്പത്തികമായും കൾച്ചറായിട്ടും തകർച്ച നേരിട്ടു. ദേശീയ സമ്പദ് വ്യവസ്ഥ എന്താണ്
ദ്രുതഗതിയിൽ വളർന്നെങ്കിലും എന്താണ് അവിടുത്തെ നേറ്റീവ് ജനത എന്താണ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് എന്താക്കി ബുദ്ധിമുട്ടി അല്ലേ. Though the national economy grew rapidly, the native population struggled to meet even their basic needs. ഈ നാഷണൽ എക്കണോമി റാപ്പിഡായിട്ട് വളർന്നെങ്കിൽ എന്താണ് അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷൻ എന്താക്കി ബേസിക് നീഡ്സിന് വേണ്ടി പോലും എന്താക്കി ബുദ്ധിമുട്ടി എന്നാണ് അല്ലേ. ലെറ്റ് us examine a few major struggles undertaken by the South African people against such discrimination and oppression. എന്താണ് പറയുന്നത്, ഇത്തരം ഈ ഡിസ്ക്രിമിനേഷൻ്റെയും ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തലുകൾക്കെതിരെ എന്താണ് സൗത്ത് ആഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാന സമരങ്ങൾ ഏതെല്ലാം നമുക്ക് നോക്കാം. The African National Congress under the leadership of Nelson Mandela started agitations across the country for the emancipation of the blacks. In the early stage, the protests were peaceful civil disobedience movement. എന്താണ് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്താക്കി കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. രാജ്യവ്യാപകമായിട്ട് എന്താക്കി ഈ എജിറ്റേഷൻസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആദ്യകാല പ്രക്ഷോഭങ്ങൾ ഇൻ ദ ഏർലി സ്റ്റേജ് ദ പ്രൊട്ടസ്റ്റ് വേർ പീസ്ഫുൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലേ. ആദ്യത്തെ കാലത്ത് എന്താണ് ഈ പ്രക്ഷോഭങ്ങൾ തികച്ചെന്താണ് പീസ്ഫുൾ ആയിരുന്നു അല്ലേ, സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു അല്ലേ. പീസ്ഫുൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അല്ലേ. ഇതാണ് എ പ്രൊട്ടസ്റ്റ് ബൈ ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക അഗെയിൻസ്റ്റ് എതിരായിട്ട് എന്താണ് ഈ സൗത്ത് ആഫ്രിക്ക ജനത നടത്തിയ പ്രക്ഷോഭമാണ് അല്ലേ. ഫോളോയിങ് ദ exhortation of the South African Indian Congress and African National Congress, people from different walks of life such as factory workers, office workers, teachers and students joined the struggle. The protesters who questioned the past laws, curfew and the like were arrested and imprisoned. കണ്ടോ അവരെന്താക്കി സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ആഹ്വാനം അനുസരിച്ച് എന്താണ് ഈ അവിടുത്തെ ഫാക്ടറി വർക്കേഴ്സും ഓഫീസ് വർക്കേഴ്സും അതുപോലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ എന്താക്കി ഈ സമരങ്ങളിൽ ഒത്തുചേർന്നില്ലേ. പാസ് നിയമങ്ങൾ അതുപോലെ എന്താണ് പാസ് ലോസ്, കർഫ്യൂ അല്ലേ, അതായത് പാസ് നിയമങ്ങളും കർഫ്യൂ നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത ഈ പ്രതിഷേധക്കാരെ എന്താക്കി അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. Nelson Mandela was again arrested and imprisoned under the charges of treason in 1956. After a long period of trial, he was acquitted. എന്താണ് 1956 രാജ്യദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തില്ലേ. നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ എന്താക്കി acquitted അല്ലേ, അതായത് കുറ്റവിമുക്തനാക്കി. ദെൻ ആഫ്രിക്കൻ ഇയർ എന്താ നോക്കാം, നമുക്ക് ആഫ്രിക്കൻ വർഷം എന്താണെന്നല്ലേ. The year 1960 deserves special importance in the history of the freedom struggles of the African countries. This year, in which 17 African countries got freedom, has great relevance in the history of South Africa as well. The people who fought against past laws were massacred at Sharpeville, and the armed rebellion against the South African government started during the same year in 1960. എന്താണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ എന്താണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വർഷമാണ് എന്ത് 1960 എന്ന് പറയുന്നത് അല്ലേ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആഫ്രിക്കൻ കൺട്രീസിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വർഷമാണ് 1960. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് എന്താണ് സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട് അല്ലേ. എത്ര 17 ആഫ്രിക്കൻ കൺട്രീസിന് എന്താണ് സ്വാതന്ത്ര്യം ലഭിച്ചു, ഫ്രീഡം ലഭിച്ച ഈ വർഷത്തിന് എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ്വിൽ അല്ലേ എന്ന സ്ഥലത്ത് എന്താണ് സമരം ചെയ്ത് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തും എന്താണ് ഈ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും ഈ 1960 അല്ലേ. എന്താണ് ഈ പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ്വില്ലിൽ എന്താക്കി എന്ന സ്ഥലത്ത് സമരം ചെയ്ത ഈ ആൾക്കാരെന്താക്കി കൂട്ടക്കൊല ചെയ്തത് എന്താണ് ഈ 1960 അല്ലേ. അതുപോലെ എന്താണ് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചത് എന്താണ് ഈ 1960 കേട്ടോ. ഓക്കെ, ആംഡ് റിബല്യൻ. ഓക്കെ, ദെൻ in the Robben Island. എന്താണ് റോബൻ ഐലൻഡ്? റോബൻ ഐലൻഡ് has as much importance in the history of South Africa as that of the cellular jails Kalapani in the Andaman Nicobar Islands in the Indian freedom struggle.
This is the island to which the arrested African leaders of the freedom struggles were exiled. Nelson Mandela remained imprisoned for 18 years here. കലാപാനി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിനിമയൊക്കെ ഉണ്ട് അല്ലേ, മോഹൻലാലിൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ട് കലാപാനി, കണ്ടിട്ടുണ്ടാരെങ്കിലും നോക്കാം. എന്താ റോമൻ ദ്വീപ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ, അവിടെയാണ് കലാപാനി എന്നാണ് അതിന് പറയുക അല്ലേ, ആ ദ്വീപിലെ സെല്ലുലാറിലെ കലാപാനി എന്ന് പറയുന്നത് ആ ജയിലിനുള്ള പ്രാധാന്യമാണെന്ത് സൗത്ത് ആഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിനുള്ള പ്രാധാന്യമാണെന്ത് ഈ സൗത്ത് ആഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അതുപോലെ കലാപാനി ഉള്ളതുമായി തന്നെയാണെന്ത് ഈ റോബൻ ദ്വീപിനുള്ളത് അല്ലേ. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ എന്താക്കി നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ഒരു ദ്വീപാണിത്. 18 വർഷം എന്താണ് നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് എന്താണ് ആൾക്കാരെന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഒക്കെ പോരാടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഈ ഇന്ത്യക്കാരെ അറസ്റ്റിലാക്കി എവിടെയാണ് കലാപാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജയിലിലിടുന്നത് അല്ലേ. ഈ ആഫ്രിക്കക്കാരെ ഇവിടെ ഈ റോബൻ ഐലൻഡിലാണ് ജയിലിലിടുന്നത്. ഓക്കെ, എ ന്യൂ മോഡൽ സ്ട്രഗിൾ നെയ്മഡ് സ്റ്റേ അറ്റ് ഹോം വാസ് ഓർഗനൈസ്ഡ് ഡിമാൻഡിങ് ദ right to vote, a constitution without apartheid, and the retrieval of past laws. The African National Congress and the South African Indian Congress led the struggle. Native and Indian workers took part in the struggle. The factories, textile mills, the schools across the country remained shut. This strike revealed the unity and strength of the anti-apartheid movement. The stay at home was a major struggle in the history of the freedom struggle of South Africa. എന്താണ് നമ്മുടെ റൈറ്റ് ടു വോട്ട് അല്ലേ, വോട്ടവകാശം, അതുപോലെ എന്താണ് വർണ്ണവിവേചനം, പിന്നെന്താണ് ഇല്ലാത്ത ഭരണഘടന അല്ലേ, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമരരീതി എന്താക്കി അവിടെ സംഘടിച്ചു അല്ലേ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ എന്താണ് അവിടുത്തെ നേറ്റീവ്സും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, അതുപോലെ വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞു കിടന്നു. ഈ പണിമുടക്ക് എന്താണ് ഈ വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ആ യൂണിറ്റിയും ശക്തിയും വെളിപ്പെടുത്തി അല്ലേ. സൗത്ത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന സമരമായിരുന്നത് ഈ സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്നത്. മേജർ സ്ട്രഗിൾ ആയിരുന്നു അല്ലേ. ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഓഫ് സൗത്ത് ആഫ്രിക്കൻ്റെ മേജർ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേ അറ്റ് ഹോം. ഓക്കെ, സൗത്ത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന സമരമായിരുന്നു സ്റ്റേ അറ്റ് ഹോം. ഓക്കെ, എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഡിഡ് നോട്ട് yield എനി റിസൾട്ട്. നെൽസൺ മണ്ടേല കോൾഡ് ഫോർ ആംഡ് റിബല്യൻ. അപ്പോൾ സമാധാനപരമായ സമരങ്ങൾക്ക് എന്താണ് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല എന്താണ് ഈ ആംഡ് റിബല്യൻ അല്ലേ, എന്താണ് സായുധ കലാപങ്ങൾക്ക് എന്താക്കി ആഹ്വാനം ചെയ്തു. നെൽസൺ മണ്ടേല വാസ് സെന്റൻസ്ഡ് ടു ലൈഫ് ഇംപ്രിസൺ ഫോർ sabotage, treason and the conspiracy in 1964. He had to suffer rigorous imprisonment in the Robben Island and the Portsmouth jail for a continuous 26 years. Countries around the world resorted to siege on South Africa. The United Nations passed a resolution stating that apartheid is an offense against humanity. This led to the spread of riots across the country. The government declared emergency to oppress the people protest in 1984. Several blacks were killed in the conflict that followed. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് ഇവിടെ നെൽസൺ മണ്ടേല എന്താക്കി ആംഡ് റിബല്യന് ആഹ്വാനം ചെയ്തു അല്ലേ. അപ്പോൾ 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് എന്താക്കി നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു അല്ലേ. നെൽസൺ മണ്ടേല ലൈഫ് ഇംപ്രിസൺമെന്റ് ഓഫ് ഫോർ സബോട്ടേജ്, ട്രീസൺ ആൻഡ് കോൺസ്പിറസി അല്ലേ. 1964 എന്താണ് എന്തെങ്കിലുമൊക്കെയാണ് സബോട്ടേജ് അട്ടിമറി, ട്രീസൺ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹം, പിന്നെ അതുപോലെ കോൺസ്പിറസി ഗൂഢാലോചന എന്നീ കുറ്റങ്ങളൊക്കെ ആരോപിച്ചെന്താണ് നെൽസൺ മണ്ടേലയ്ക്ക് ഈ ലോങ് ലൈഫ് ഇംപ്രിസൺമെന്റ്, അതായത് ജീവപര്യന്തം എന്താ തടവ് വിധിച്ചു. റോബൻ ദ്വീപിലും പോൾസ്മൂത്ത് ജയിലിലുമായി തുടർച്ചയായി 26 വർഷം കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ലോകരാഷ്ട്രങ്ങൾ ഈ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള
കുറ്റമാണെന്ത് ഈ വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെന്റ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാരെന്താക്കി കൊല്ലപ്പെട്ടു അല്ലേ. യുണൈറ്റഡ് നേഷൻ പാസ്ഡ് റെസൊല്യൂഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് അപ്പാർത്തൈഡ് ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. എന്താണ് ഈ യുണൈറ്റഡ് നേഷൻസ് എന്താക്കി അവരാണ് പറഞ്ഞത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണെന്ത് അപ്പാർത്തൈഡ് അല്ലേ, വർണ്ണവിവേചനം അവർ പറഞ്ഞില്ല എന്ന് പ്രമേയം പാസ്സാക്കിയില്ലേ. ഇതോടെ എന്താണ് നാട്ടിലാക്കിയ കലാപങ്ങൾ പടർന്ന് ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെന്റ് എന്താക്കി 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അല്ലേ. ഗവൺമെന്റ് ഡിക്ലെയർഡ് എമർജൻസി ടു ഒപ്രസ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ് ഇൻ 1984. സെവറൽ ബ്ലാക്സ് വെർ കിൽഡ് ഇൻ ദ കോൺഫ്ലിക്ട് ദാറ്റ് ഫോളോഡ്. കുറേ ബ്ലാക്കിലെ കുറേ കറുത്ത വർഗ്ഗക്കാരെ അന്ന് കൊല്ലപ്പെട്ടു. When the protests were beyond control, measures to end the apartheid were started. Political prisoners were released and restrictions imprisoned on political parties were lifted. Nelson Mandela was released on 11th February 1990. എന്താ അവിടെ പറയുന്നത് ഈ പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ എന്താണ് ഈ അപ്പാർത്തൈഡ് നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു. 1990 ഫെബ്രുവരി 11 എന്താക്കി നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി അല്ലേ. 1919 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി റിലീസായത് അല്ലേ. The apartheid policy was abolished in 1991 in the first general election conducted in 1994. The African National Congress gained majority. Nelson Mandela was elected the first black president of the Free Democratic South African Republic. 1991 എന്താണ് അപ്പാർത്തൈഡ് നയം പിൻവലിക്കപ്പെട്ടു അല്ലേ. അപ്പാർത്തൈഡ് പോളിസി എന്താക്കി പിൻവലിച്ചു. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേലക്ക് എന്താണ് ഈ സ്വതന്ത്ര ജനാധിപത്യ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു അല്ലേ. എന്താണ് ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് ദ ഫ്രീ ഡെമോക്രാറ്റിക് സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ ആരാണ് നെൽസൺ മണ്ടേലയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ സ്പീച്ച് ബൈ നെൽസൺ മണ്ടേല ആഫ്റ്റർ സ്വോൺ ഇൻ ആസ് പ്രസിഡന്റ്. ഇപ്പോൾ നെൽസൺ മണ്ടേലയും ഒരുപാട് ജനങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയില്ലേ. അവർക്ക് എന്താണ് അവർക്ക് അവരുടെ പലതും നിഷേധിച്ചപ്പോൾ അവരെന്താക്കി അവർ അതിനെതിരെ തുനിഞ്ഞിറങ്ങിയില്ലേ. അങ്ങനെ അവർക്ക് എന്താക്കി അവർ വിചാരിച്ച് നേടിയെടുത്തു. സ്പീച്ച് ബൈ നെൽസൺ മണ്ടേല ആഫ്റ്റർ സ്വോൺ ഇൻ ആസ് പ്രസിഡന്റ്. പ്രസിഡന്റായി സ്ഥാനമേറ്റ് നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗമാണ് അല്ലേ. വി ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക ഡിക്ലെയർ ടു അവർ കൺട്രി ആൻഡ് ടു ദ വേൾഡ്. സൗത്ത് ആഫ്രിക്ക ബിലോങ്സ് ടു ഓൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹു ഇൻഹാബിറ്റ് ദിസ് കൺട്രി. ഹിയർ നോ ഗവൺമെന്റ് ക്യാൻ ലെജിറ്റിമേറ്റ്ലി claim power unless it is based on the will of the people. Introductory words of the Freedom Charter 1994. എന്താണ് 1994 സ്വതന്ത്ര ചാർട്ടിന്റെ എന്താണ് ആദ്യത്തെ വാക്കുകളാണ് അല്ലേ. ഇൻട്രഡക്ടറി വേർഡ്സ് ആണ് പറയുന്നതാണ്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ, അതായത് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക, ഞങ്ങൾ ഈ സൗത്ത് ആഫ്രിക്കയിലെ പീപ്പിൾ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അറിയാൻ പ്രഖ്യാപിക്കുന്നു. സൗത്ത് ആഫ്രിക്ക ഈ രാജ്യത്ത് വസിക്കുന്ന കറുപ്പ് വെളുപ്പുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ജനങ്ങളുടെ ഇച്ഛയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലാതെ ഒരു ഗവൺമെന്റിനും ന്യായമായ അധികാരം അവകാശപ്പെടാനാവില്ല. അവർക്ക് കറുത്ത വർഗ്ഗക്കാരനോ വെളുത്ത വർഗ്ഗക്കാരില്ല, എല്ലാവരും ഒരുപോലെ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അതാണ് നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്നത്. ദോ ദിസ് സ്പീച്ച് മണ്ടേല റിമൈൻഡഡ് ദ ആഫ്രിക്കൻസ് ഓഫ് ദ നീഡ് ടു സ്റ്റേ യുണൈറ്റഡ്. Nelson Mandela's views of coexistence now is a model for all nations of the world where different races harmoniously live together. ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നെൽസൺ മണ്ടേല ഓർമ്മിപ്പിച്ചു അല്ലേ. ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഈ കാലത്ത്, ഇപ്പോഴത്തെ ഈ കാലത്ത് എന്താണ് ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇക്കാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച ഒരു സഹവർത്തിത നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം മാതൃകയാണ് അല്ലേ. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക ഈ ചാപ്റ്റേഴ്സ്. ഓക്കെ, താങ്ക് യു.